ഡിപ്രഷൻ അടിച്ച് മൂഞ്ചി തെറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണും. നിങ്ങളെല്ലാവരും ഡിപ്രഷൻ അടിക്കാറുണ്ടല്ലോ, വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കും. ലൈഫ് പോയി, ഇനി എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യും, വിഷമിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ലൈഫ് ഞാൻ എന്ത് ചെയ്യും, ഇനിയുള്ള ലൈഫ് ഞാൻ എങ്ങനെ പോവും, ഇനി എങ്ങനെ ആയിരിക്കും എൻ്റെ ലൈഫ് എന്നൊക്കെ ചിന്തിച്ച് ആകുലതപ്പെട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടോ ഉപകാരപ്പെടും. നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു 5-6 വർഷം പുറമോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചിരിക്കുക. പവറായിരുന്നില്ലേ, തീയായിരുന്നില്ലേ? പിന്നെ ഈ 6 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം പിന്നെ നിങ്ങൾ എങ്ങനെ ആയി? കാരണം നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പഴയ കാര്യങ്ങൾ ആലോചിച്ച്, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകത്തേ ഉള്ളൂ. ഓരോ നിമിഷവും നമ്മൾ ചത്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രസൻസ് മൈൻഡിൽ, അല്ല പ്രസൻസിൽ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രേമം മയിരെ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കുക. തെറി പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം നമ്മൾ പ്രേമിക്കാനോ പ്രേമിക്കപ്പെടാനോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡിപ്രഷനായി പോകും. അല്ലെങ്കിൽ നമുക്ക് ഒന്നാമതേ പ്രശ്നങ്ങൾ കാണും, വീട്ടിൽ പ്രശ്നമായിരിക്കും, സാമ്പത്തിക പ്രശ്നമായിരിക്കും, മൊത്തം പ്രശ്നമായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പ്രേമിക്കാനും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഒരു പരിധി വരെയൊക്കെ സെറ്റായി പോകും. അതല്ലാത്തവരുടെ പുറകെ പോയി നിങ്ങളുടെ ലൈഫ് തുലയ്ക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം ഒന്നാമതേ പ്രശ്നങ്ങളായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളും കൂടെ വലിച്ചു വെച്ച് ഇവർ വിളിക്കുന്നില്ലല്ലോ, ഇവർ സംസാരിക്കുന്നില്ലല്ലോ, ഇവരെന്താണ് ബ്ലോക്ക് ചെയ്തത് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഭ്രാന്തായി പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ചിന്തകൾ എടുത്ത് കളയുക. നിങ്ങൾ പ്രസൻസ് മൈൻഡിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. നിങ്ങളെ ഇഷ്ടമുള്ളവർ നിങ്ങളെ തേടി വരും, നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്താണോ അതിനനുസരിച്ച് മിണ്ടി സംസാരിച്ച് നമ്മളെ ഒരു അഡ്ജസ്റ്റ് ആക്കി കൊണ്ടുപോകും. ഇല്ലാത്ത ആൾക്കാരുടെ അടുക്ക് തെണ്ടി യാചിച്ച് പോവാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാനിപ്പോൾ പ്രേമത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒന്നാമതേ നമുക്ക് പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ മറ്റു പ്രശ്നങ്ങളും കൂടെ ആയിക്കഴിയുമ്പോൾ ആകെപ്പാടെ പ്രശ്നമാണ്. അതുകൊണ്ട് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പ്രസൻസ് ആയിട്ടുള്ള മൈൻഡ്. അതായത് നടക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് നടക്കുക. നമ്മൾ ഈ 1 വർഷം മുന്നേ, അല്ലെ 2 വർഷം മുന്നേ, അല്ലെങ്കിൽ 6 വർഷം മുന്നേ നമ്മൾ തീയായിരുന്നില്ലേ? ഒരു പുല്ലിനെ മൈൻഡാക്കാതെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടന്നിട്ടുള്ളത് നിങ്ങളില്ലേ? അല്ലെങ്കിൽ കുഞ്ഞിലെ പോട്ടെ, ഇതിൻ്റെ ഇടയ്ക്കൊരു കാലഘട്ടമില്ല, ഒരു പുല്ലിനെ അല്ലെങ്കിൽ ഒരു പുല്ലത്തെയും മൈൻഡ് ചെയ്യാതെ കോൺഫിഡൻ്റ് ആയിട്ട് പട്ടി വില കൊടുത്ത് കാണുന്ന ഒരു മനുഷ്യനല്ലേ നിങ്ങളുടെ ഉള്ളിൽ? ആ ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരിക. ഇത് മാത്രമേ ഉള്ളൂ ഇതിനുള്ളൊരു സൊല്യൂഷൻ. നിങ്ങൾ മാക്സിമം പാവമാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പാവമാവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പാവം പിടിച്ചവനെ പോലെ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചി പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ മയിര് വില കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. സത്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. പിന്നെ ഡിപ്രഷൻ അടിക്കാം, വിഷമിക്കാം, സങ്കടപ്പെടാം, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ പ്രസൻസ് മൈൻഡ് ഹാപ്പി ആക്കാൻ നോക്കുക. ഹാപ്പി ഫീലോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കല്യാണമായിട്ടില്ല, എൻ്റെ ലൈഫ് സെറ്റായില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒന്നും ആയിട്ടില്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ആരുമില്ല, എനിക്ക് പ്രേമമില്ല, അല്ലെങ്കിൽ കല്യാണമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമാവുന്നു, ഇതൊക്കെ എൻ്റെ ലൈഫിലൂടെ കടന്നുപോയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ച് ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നും ഒരു മയിരും ഒരു ഉണ്ടയും കിട്ടാൻ പോകുന്നില്ല. ഒരാളും നിങ്ങളെ സഹായിക്കാനും വരുന്നില്ല. കൂടെ നമ്മുടെ അച്ഛനും അമ്മയും മാത്രം കാണും, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രയത്നിക്കണം, നിങ്ങൾ തന്നെ പോസിറ്റീവ് മൈൻഡിൽ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പ്രസൻസ് മൈൻഡിൽ നിൽക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ വന്നോളൂ. പിന്നെ പ്രേമിച്ച് നടക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മളോട് താല്പര്യമുള്ള, നമ്മളെ ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മുടെ പിന്നാലെ വരും, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹത്തോടെ അവർ വീണ്ടും വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പട്ടിയുടെയും പുറകെ നമ്മൾ യാചിച്ച് പോകാതിരിക്കുക, അവിടെ മൂഞ്ചി പോകത്തേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് ചുറ്റും ഒരു ഓറ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ നല്ല പോസിറ്റീവ് ആകുമ്പോൾ നമ്മളെ ഇഷ്ടമുള്ള, നമ്മളോട് സ്നേഹമുള്ള വ്യക്തികൾ നമ്മുടെ അടുത്തേക്ക് വരും, അത് ഉറപ്പാണ്. അപ്പം നമ്മൾ ചത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. ഇത്രയും ചിന്തിച്ചാൽ മതി. ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫ്രണ്ട്സുണ്ട്, അല്ലെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അടിച്ച് പൊളിച്ച് ജീവിക്കുക. നമ്മളോട് താല്പര്യമില്ലാത്ത മൈരികളെല്ലാം വിട്ട് കളഞ്ഞേക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കുക, സിംഗിളായിട്ടാണേലും. ദാറ്റ്സ് ഇറ്റ്. ബൈ.